ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ നല്ല മഴയാണല്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ സുരക്ഷിതരായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇവിടെ പപ്പയും മമ്മിയൊക്കെ വന്നു. ഞങ്ങളുടെ എല്ലാവരുടെ അസുഖവും കാര്യങ്ങളൊക്കെ മാറിയിട്ടോ. അപ്പം അന്വേഷിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി. ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അമ്മയുടെ വക ഒരു ചക്കയും ഉണക്കച്ചക്കയും പോർക്കുമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അവർ ചക്ക ഉണക്കിയത് ഇതുപോലെ അരിഞ്ഞിട്ട് ഉണക്കിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. മമ്മി ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം ഇങ്ങനെ ഇടികല്ലിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കുന്നുണ്ട്, ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോർക്ക് വേവിക്കാനായിട്ട് മമ്മി ആദ്യം ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തത് എരിവുള്ള മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇപ്പം ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മമ്മിക്ക് ഇതെല്ലാം ഒരു കൈക്കണക്കാണ്. ഞങ്ങളെല്ലാവരും തന്നെ ഇറച്ചി സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇതുപോലെ പൊടികൾ ചൂടാക്കിയിട്ടാണ്. ഞങ്ങളുടെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 തരം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെയാണ് എടുത്തത്. പിന്നെ ഈ വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ കുരുമുളകും കൂടെ കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത് ഏതിനാണെന്ന് ഞാൻ വരുന്ന വഴിയേ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പോർക്ക് ഇവിടെ നമ്മൾ കഴുകി വാരി അതിനകത്തേക്ക് വറുത്ത് വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം പൊടികളെല്ലാം നല്ലോണം മൂത്ത മണം വരുന്ന വരെ ചൂടാക്കണം എന്നാണ് മമ്മി പറഞ്ഞത്. ഇതിനകത്തേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ചൂടാക്കിയ പൊടികളും ഉപ്പും പോർക്കും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലോണം കൈവച്ചിട്ട് തിരുമ്മി നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വിസിൽ കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പോർക്ക് വാങ്ങാറുള്ള ഇവിടെ ഹോൾ ഫുഡ്സ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. അവിടെ നിന്ന് നമ്മൾ ബെല്ലിയായിട്ടും വാങ്ങും, ഇറച്ചിയായിട്ടും വാങ്ങും. അപ്പം രണ്ടും കൂടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പോർക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് നല്ലോണം നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നെയ്യ് മമ്മി ഇവിടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലേ, ആ ചക്ക വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ്. അപ്പം ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച ചക്ക കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് എന്തൊക്കെയാണ് മമ്മി ചേർത്ത് കൊടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും പിന്നെ കല്ലുപ്പുമാണ് ചേർത്ത് കൊടുത്തത്. മമ്മിയും പപ്പയും കല്ലുപ്പ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അവർ മിക്ക കറികൾക്കും എല്ലാം കല്ലുപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ ചക്കയൊക്കെ തിന്നാൻ ഇഷ്ടമുള്ളൊരു ചക്ക വെച്ചൊക്കെ ഇവിടെ കിട്ടാൻ നല്ല പാടാണ്. ഇവിടെ പച്ച ചക്കയൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ഇത് ഉണ്ടാക്കി തിന്നാട്ടോ. അപ്പൊ നമ്മൾ കടു പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം ചതച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും പപ്പയും മമ്മയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വിന്ററിലൊക്കെ ഒരുപാടൊന്നും കറിവേപ്പില ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് എരിവ് കൊടുക്കുന്നത് നമ്മളുടെ കുരുമുളകും പിന്നെ നമ്മൾ ആ ചേർത്ത പൊടികളൊക്കെയാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച പോർക്ക് ഇട്ടിട്ട് അതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഗരം മസാല ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിലാണ് മമ്മിയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ പോർക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സവാളയൊന്നും ചേർക്കുകയൊന്നുമില്ല. അല്ലാതെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോഴേക്കും നമ്മളുടെ ചക്ക, ഉണക്കിയ ചക്ക അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലൊക്കെയാണ് കേൾപ്പിച്ചത്. ചക്കയ്ക്ക് ഒരുപാട് വേവില്ലല്ലോ. ഇനി അതിനകത്തേക്ക് വേണ്ട ചക്ക നമ്മൾ ചക്കപ്പുഴുക്കായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് കാന്താരി മുളക്, നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയുള്ളി അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ചതച്ച തേങ്ങ നമ്മളുടെ ചക്ക വേവിച്ചതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരത്തേക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുമായിരിക്കും. ഉപ്പുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ അതിനകത്തേക്ക് കടുക് വറക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതാണ് നമ്മളുടെ ചക്കപ്പുഴുക്കും പോർക്കും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒത്തിരി നാൾ കൂടിയാണ് ചക്കപ്പുഴുക്കൊക്കെ തിന്നുന്നത്. നാട്ടിൽ വെച്ചിട്ട് തിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് എൻ്റെ വക ഒരു മസാല ദോശയാണ്.
ഒരു കുറച്ച് വ്യത്യാസമായിട്ടുള്ള മസാല ദോശയാണ്. ഇത് നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചോപ്പറിലാണ് അരിഞ്ഞു വെച്ചത്. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടുള്ള കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള മസാല ദോശയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയാണ് ഇത്. ശരിക്കും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പച്ചക്കറികളൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ സവാള ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം ജീരകം ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം ഒന്ന് ജീരകം പൊട്ടിച്ചാണ്. അപ്പം നിങ്ങൾ എണ്ണ മൂത്ത് കഴിയുമ്പോൾ ജീരകം പൊട്ടിച്ചിട്ട് നിങ്ങൾ സവാളയിട്ട് വഴറ്റിയാലും മതിയാവും. ഞാൻ മറന്നു പോയതുകൊണ്ട് അരികത്തേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മളിത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇതിനകത്ത് ചേർക്കുന്ന പാവ് ബജി മസാലയാണ്. ഇത് നിങ്ങൾക്ക് അതിന് പകരം മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർക്കാം. പക്ഷേ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പാവ് ബജി മസാല ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ പച്ചക്കറികളെല്ലാം കൂടെ വരുമ്പോഴേ ആ മസാലയും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ പാവ് ബജിയൊക്കെ കഴിക്കില്ല, അതിൻ്റെയൊക്കെ ഒരു അനിയനെന്നൊക്കെ ആയിട്ട് പറയാം. അപ്പം നമ്മൾ അതിനകത്തേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം പാവ് ബജി മസാലയ്ക്ക് ഒരുപാട് എരിവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തത്. പക്ഷെ ഇത്രയും ചേർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കുറച്ച് എരിവ് അധികമായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾ തക്കാളി എല്ലാം നന്നായിട്ട് ഒന്നും ഇതായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞ ക്യാബേജ് പിന്നെ ഇനി ക്യാപ്സിക്കം ഉണ്ട്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർത്താൽ മതി, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഒത്തിരി അങ്ങ് വെന്ത് പോകും. നമുക്ക് ഇതെല്ലാം മൂടി വെച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കാരണം ബീട്രൂട്ടിനും ക്യാരറ്റിനൊക്കെ നല്ല വേവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം മാത്രം നമ്മൾ ക്യാപ്സിക്കം ചേർത്താൽ മതിയാവും. ക്യാപ്സിക്കം ഒരുപാട് വെന്തില്ലെങ്കിലും നമുക്ക് കഴിക്കാനെന്ന് ഇത്തിരി കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ള കഷ്ണങ്ങൾ നമുക്ക് അതുപോലെ അല്ല. അപ്പോൾ വീണ്ടും ഞാൻ മൂടി വെച്ചിട്ട് ക്യാപ്സിക്കം ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്ന് എല്ലാം നന്നായിട്ട് വെന്തോന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പാകത്തിന് ഉപ്പോ എരിവോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ കുട്ടികളൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതുപോലെ മസാല ദോശയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് റോൾ ചെയ്തിട്ട് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ വെഴ്സറ്റൈലായിട്ട് നമുക്ക് ഈ മിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് നല്ലോണം ഉടച്ച് വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ മസാല ദോശയ്ക്ക് ഉള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങൊന്നും ഒരുപാട് ഇഷ്ടമില്ല, ഇത്രയും ചേർക്കണ്ടെന്നാണെങ്കിൽ ഇത്രയും ചേർക്കണം എന്നില്ല. പക്ഷേ ഈ മസാലയ്ക്ക് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആകെപ്പാടെ ചേർത്തിരിക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ പാവ് ഭാജി മസാലയും അതുപോലെ തന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കാരണം അതൊന്ന് നമ്മൾ ദോശയിലൊക്കെ വെക്കുമ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞ രീതിയിലിരിക്കണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു കുഴഞ്ഞ പരിവാകുമ്പോൾ നമുക്കതിനെ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അവസാനമായിട്ട് ഒരു കൂട്ടം കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ബട്ടറാണ്. അപ്പോൾ ബട്ടർ ചേർത്തിട്ട് നമുക്ക് മസാല എല്ലാം അതിൻ്റെ മുകളിലൊന്ന് പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ ബട്ടർ അങ്ങ് തനിയെ മെൽറ്റായിരുന്നോളും. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് പുളിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നാരങ്ങ നീരൊക്കെ ഒഴിക്കാം കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, തക്കാളിയുടെ പുളി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ആ ബട്ടർ തനിയെ ആ ചൂടത്തിരുന്ന് തനിയെ മെൽറ്റ് ആയിക്കോളും. ബാക്കി ആവാത്തത് നമ്മൾ മിക്സൊക്കെ നമ്മളുടെ ദോശയൊക്കെ ചുടുമ്പോഴേക്കും ബാക്കി റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടിയത്, പിന്നെ ചെറിയുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഉണക്കമുളക് ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ചമ്മന്തി അരക്കില്ലേ, പുളി, ഇതെല്ലാം ചേർത്തിട്ടുള്ളൊരു ചമ്മന്തിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 രീതിയിൽ ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. എരിവില്ലാത്തതും എരിവുള്ളതും ചേർക്കുന്നുണ്ട്. കാരണം ആരോണ്ട് ചമ്മന്തി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒത്തിരി എരിവായി അവൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവില്ലാത്തതാണ് കൂടുതൽ ചേർത്തത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർത്തു, പിന്നെ ചെറിയുള്ളി അരിഞ്ഞത്, പിന്നെ പുളി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് നല്ലോണം അരച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കാം. എനിക്ക് ചമ്മന്തിയിൽ കടുക് താളിക്കാതെ ചമ്മന്തി ഉണ്ടാക്കിയാൽ എനിക്കൊരു മനസ്സിനൊരു എന്താ പറയുക, ഒരു തൃപ്തി ഉണ്ടാവാറില്ല ഒരിക്കലും.
അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുത്തു. ഇത്തവണ ഞാൻ വാങ്ങിച്ച ഉണക്കമുളക് എന്താ പറയുക, ചെറിയ ഉണക്കമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത്തവണ ചേർത്ത് കൊടുത്തത്. ചെറിയ ഉള്ളി ഇതെല്ലാം നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചമ്മന്തിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി പെർഫെക്റ്റ് ആയി കണ്ടോ, ഈ ഒരു പാകത്തിന് നിർത്തണം. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, ഇതിൽ കുറവായ അതത്ര നന്നാവേയില്ല. അപ്പം നമ്മൾ ആ കൃത്യം ഗോൾഡൻ കളർ ആവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് നിർത്തിയാലേ നമ്മൾക്ക് അതൊരു അടിപൊളിയായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമ്മൾക്ക് കടുകൊക്കെ താളിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇന്നലെ വെച്ച സാമ്പാർ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സാമ്പാറും ചമ്മന്തിയും കൂട്ടിയിട്ടാണ് നമ്മൾ മസാല ദോശ കഴിക്കുന്നത്. അപ്പം മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് നെയ്യ് ഞാനിത് വീട്ടിലുണ്ടാക്കിയതാണ്. ഞാൻ പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നെയ്യ് എങ്ങനെ ഉരുക്കിയെടുക്കാമെന്ന്. ഞാൻ ബട്ടർ വാങ്ങിച്ചിട്ട് നെയ്യ് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യാറ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ബട്ടർ എന്ന് പറയുന്നത് കെറി ഗോൾഡിൻ്റെ ആണ്. അപ്പോൾ ഞാൻ പല വീഡിയോസിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടർ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉരുക്കിയാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് ഇതുപോലെ ദോശ നല്ലോണം എൻ്റെ ഉള്ളത് ഇത്രയും വലിയ പാന എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ സാധാരണ ദോശ എപ്പോഴും ഇരുമ്പിൻ്റെ കല്ലിലാണ് ഉണ്ടാക്കാറ്. ഞാൻ നോൺ സ്റ്റിക്കിൽ ദോശ ഉണ്ടാക്കാറേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിപ്പം എല്ലാത്തിലും ഈ സെയിം വലിപ്പമാണ് എൻ്റെ കയ്യിലുള്ളത്. നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ മസാല ദോശയ്ക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് മസാല വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കിയെടുക്കും. എല്ലാവർക്കും അറിയാമല്ലോ മസാല ദോശയ്ക്ക് ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല നല്ല ടേസ്റ്റുള്ള മസാലയാണ്. അപ്പോൾ നമ്മൾ ആ പാവ് ഭാജി മസാലയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാത്തവർ എല്ലാ ഇന്ത്യൻ സ്റ്റോറിലും കിട്ടുമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു മസാല ദോശയൊക്കെ നമ്മൾ കടയിൽ പോയൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല ദോശയാണ്. കുട്ടികൾക്ക് നമുക്കൊക്കെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒന്നാണ്. എങ്ങനെ തണുപ്പ് രാജ്യങ്ങളിലെ ദോശമാവ് പുളിപ്പിച്ചെടുക്കാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ പണ്ടത്തെ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ അതൊന്ന് പോയി കണ്ടു നോക്കൂ. നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ മസാല ദോശ റെഡിയായി. നമുക്ക് കഴിച്ചാലോ? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. മസാല ദോശയും ഈ ചമ്മന്തിയും തന്നെ ധാരാളമാണ്. പക്ഷെ ഇവിടെ മമ്മി ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂടിയിട്ട് ഉണ്ടായിരുന്നു. ചമ്മന്തിക്ക് നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. ആ പാകത്തിന് പുളിയും ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ കിടുക. പിന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് സാമ്പാർ. അപ്പോൾ നമുക്ക് മസാല ദോശ കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മൊരിഞ്ഞ മസാല ദോശ, അതും നെയ്യുടെ മണം വരും നമ്മൾക്ക് ഇത് കഴിക്കാൻ നേരത്ത്. ഞാൻ വളരെ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ, എങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്ക്ക് നല്ലൊരു മണമാണ്. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ നാവിൽ കൊതി വരുന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളി മസാലയൊക്കെ വെച്ചിട്ടുള്ള മസാല ദോശ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മമ്മിയുടെ ചക്കയും അതുപോലെ തന്നെ പോർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു മസാല ദോശയും. എല്ലാവരോടും ഒരുപാട് സ്നേഹം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.